അപ്പോൾ തലേ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ലേറ്റായി വീട്ടിലെത്തി കിടന്നുറങ്ങി ലേറ്റായിട്ട് എണീട്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ കുറേ ആയി ഇങ്ങനെ വിചാരിക്കുന്നു ഹോട്ട് പോട്ട് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ സിംഗപ്പൂർ ഒരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ ഒരു ഹോട്ട് പോട്ടിൻ്റെ കട, വളരെ ഓൾഡായിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ വളരെ ഫേമസും കൂടിയാണ്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഹോട്ട് പോട്ട് ഇവിടെ കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സിയാൻ ഡി ലായ് അങ്ങനെ പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോണത്. ഇപ്പോൾ കുറേ ആയി ഹോട്ട് പോട്ട് ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമോ, ഇഷ്ടമാവോ ഇല്ലയെന്നിങ്ങനെ ഒരു ആലോചനയിൽ ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്തിയിട്ട് ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ നേരെ ആ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ലഞ്ച് ടൈമും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഓൾറെഡി 2 പേരിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഓർഡർ ചെയ്തിപ്പോൾ ഇവർ ഇതുപോലെ ഒരു പേപ്പർ തരും. അപ്പോൾ നമുക്ക് ഹോട്ട് പോട്ടിൽ അതിൽ ഇടാനുള്ള സാധനങ്ങൾ, ആ സൂപ്പിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ, ഐറ്റംസ് എന്തൊക്കെ വേണം, അതായത് ചിക്കൻ, മഷ്റൂം, പിന്നെ ഡംപ്ലിങ്സ്, അതൊക്കെ എന്തൊക്കെയാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, നൂഡിൽസ്, ഇപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ അപ്പോൾ അതെല്ലാം അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. പിന്നെ അവരുടെ ജ്യൂസും, അപ്പോൾ ഇതിൽ ഇത് ജ്യൂസ് ഫ്രീ ആയിരുന്നു. അതായത് ഒരു സെറ്റ്, അതായത് ഇപ്പോൾ ഈ ജിഞ്ചർ ലൈം, ലിച്ചി, അങ്ങനത്തെ കുറച്ച് ഓൾറെഡി അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അത് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ കുടിക്കുന്നതിനനുസരിച്ച് അവർ റീഫിൽ ചെയ്ത് തരും. അപ്പോൾ ഹോട്ട് പോട്ടിൽ ആദ്യം അവർ ഈ ഒരു സംഭവം കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ സൂപ്പിൻ്റെ ബേസാണത്, ഒന്ന് വൈറ്റ് കളറും ഒന്ന് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഫ്ലേവറിൽ. പിന്നെ അതിൽ ഓൾറെഡി ആ വൈറ്റ് കളറിലുള്ളതിൽ അതിൽ തക്കാളി എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ഇടാനായിട്ട് അവർ ഞങ്ങൾക്ക് തന്നത് ഇത് ഡംപ്ലിങ്സ്, പിന്നെ മീറ്റ് ബോൾസ്, അപ്പോൾ അതൊക്കെ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. മഷ്റൂം, പിന്നെ നൂഡിൽസ്, ഇതൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ആ സൂപ്പിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവർ അത് ഒരു ഇൻഡക്ഷൻ സ്റ്റവിൻ്റെ മേലെയാണ് കൊണ്ടുവന്നിങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് തരും. അപ്പോൾ അത് കടന്നിങ്ങനെ തളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതിലിട്ടിട്ട് അത് കുറേ നേരം ആവണ്ട, ചെറുതായിട്ടൊന്ന് കുക്കാവുമ്പോൾ തന്നെ നമുക്കത് എടുക്കാം. ഇപ്പോൾ ഇത് ഇടുന്നത് ഇത് ടോഫു ആണ്, ചീസ് ടോഫു. അപ്പോൾ അതൊക്കെ അതിൽ ഇട്ടിട്ട് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കും. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് എടുക്കാം. അപ്പോൾ അതിൻ്റെ ആ സൂപ്പും പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ വേണ്ടിച്ചാൽ ഇത് മീറ്റ് ബോൾസ് അവർ സെപ്പറേറ്റ് തന്നതാണ്. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ നമുക്ക് അതിൽ ആ സൂപ്പിൽ ഇടാം. പിന്നെ വേറെ സൈഡിൽ അവർ കൊണ്ടുവന്ന് തന്നത് ഇത് ചിക്കൻ, ബീഫ് ആൻഡ് മട്ടൻ്റെ മീറ്റിൻ്റെ തിന്നായിട്ടുള്ള സ്ലൈസസ് ആണ്. കാരണം അത് സൂപ്പിലൊന്നിങ്ങനെ ഇട്ടാൽ മതി, അപ്പം തന്നെ അത് കുക്കാവും. അപ്പോൾ അത്രയും തിന്നായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അപ്പുറത്തെ വൈറ്റ് കളർ പ്ലേറ്റിലുള്ളത് ലോട്ടസിൻ്റെ സ്റ്റെമ്മാണ്. അപ്പോൾ അതും ഈ സൂപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ലോട്ടസിൻ്റെ സ്റ്റെമ്മ് കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് തോന്നിയത് നമ്മുടെ വാഴത്തണ്ട് കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട്, അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ലോട്ടസ് സ്റ്റെമ്മ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചിക്കൻ വേണോ മട്ടൻ വേണോ ഏതാച്ചാൽ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. പിന്നെ അവർ കൊണ്ടുവന്നത് ഇതുപോലത്തെ ചിക്കൻ്റെ പീസസ്, ബോൺലെസ് പീസസ്, വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബോൺലെസ് പീസസ്, അതും കൊണ്ടുവന്ന് തന്നു ഈ സൂപ്പിലേക്ക് ഇടാൻ. ആയിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചിക്കൻ, ബീഫിൻ്റെയൊക്കെ സ്ലൈസസ് ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അവർ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതും തന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇനിയും വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇനിയും കൊണ്ടുവന്ന് തരും. അപ്പോൾ അതേപോലെ ഒരു
ചെറുതായിട്ട് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റവിൻ്റെ മേലെ ഇങ്ങനെ അയൺ പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഗ്രില്ല് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഒരുവിധം ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കറി ഫ്ലേവറിലുള്ള സൂപ്പ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ട്രൈ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഹോട്ട് പോട്ട് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടമായി. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നാലും കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബണ്ണ് പോലത്തെ സാധനം അപ്പുറത്തെ ടേബിളിലിരുന്ന് കഴിക്കുന്ന ആൾക്കാർ കഴിക്കണം കണ്ടിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ സ്വീറ്റ് ഫ്രൈഡ് ബണ്ണായിരുന്നു. അപ്പോൾ നല്ല മധുരമുള്ളൊരു ബണ്ണ്, അതിൻ്റെ മേലെ ഷുഗർ കോട്ടിങ് കൊടുത്തിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ബണ്ണായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ കണ്ടപ്പോൾ നല്ല ഒരു എന്താ പറയുക കഴിക്കാൻ തോന്നി. അപ്പോൾ അതും ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ട് പോട്ടിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു കുറച്ച് ചീപ്പായിട്ടുള്ളൊരു ഷോപ്പിംഗ് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബസ് എടുത്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരാണ് ബുഗീസ് സ്ട്രീറ്റ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നറിയില്ല. ഏതായാലും പ്രത്യേകിച്ച് വലിയ ഷോപ്പിങ്ങിനൊന്നും പരിപാടി ഇല്ല. എന്നാലും ഒന്ന് അതിൻ്റെ ഉള്ളിൽ പോയി ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് അത്യാവശ്യം സിംഗപ്പൂർ എത്തി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ ഒരു $10 ഒരു 4 ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു. പിന്നെ വലിയ അങ്ങനത്തെ സാധനങ്ങൾ കടകളിൽ കണ്ടിട്ട് എനിക്ക് വലിയ അങ്ങനെ അത്ര ക്വാളിറ്റി ഉള്ള പോലെയൊന്നും തോന്നിയില്ല. എന്നാൽ ഏതായാലും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയ സ്ഥിതിക്ക് ഒന്ന് കാണാൻ വിചാരിച്ച് ഞങ്ങൾ നേരെ പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഒന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, ലിറ്റിൽ ഇന്ത്യ. അപ്പോൾ അങ്ങോട്ടും ഏതായാലും വരണം എന്ന് വിചാരിച്ച് ബുഗി സ്ട്രീറ്റിൽ നിന്ന് ഒരു ബസ് എടുത്ത് ഞങ്ങൾ നേരെ ലിറ്റിൽ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയമാകുമ്പോഴേക്കും അവിടെ കടകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ ക്രാഫ്റ്റും അങ്ങനത്തെ സാധനങ്ങളും ഈ എന്താ പറയുക ഭഗവാന്റെ ഈ ചെറിയ പ്രതിമ ഐഡൽസ് ഇതൊക്കെ വെക്കുന്ന കുറേ കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ കടകളൊക്കെ ഒരുവിധം അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴേക്കും. അപ്പോൾ ആ ലിറ്റിൽ ഇന്ത്യ ആ സ്ട്രീറ്റിൻ്റെ അധികം ഇങ്ങനെ ഒന്ന് നടന്നു വന്നു. അവിടെ അത്യാവശ്യം ഒരു പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഒരു ബസ് എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. കയറിയതൊരു ഡബിൾ ഡെക്കർ ബസ്സായിരുന്നു. അപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ്സിലും കയറി എൻ്റെ മേലെ ഫ്ലോറിലിരുന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായാലും ഒരു 12-12:30 1 മണിയായി.